പരിശുദ്ധമായൊരു നോമ്പു ഞാൻ നോൽക്കുന്നു, പ്രാർത്ഥനയേറുമൻ മനസാലേ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഷാർജ സെന്റ് മേരീസ് സുനോറോ പാത്രിയാർക്കൽ കത്തീഡ്രലിലെ യുവജന പ്രസ്ഥാനം 2025 വലിയ നോമ്പ് ആചരണത്തോടനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഈ വചന ധ്യാനമാലികയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, വലിയ നോമ്പ് തീർത്ഥാടനം അതിന്റെ ഏതാണ്ട് പര്യവസാനത്തിങ്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം, ക്ഷമ എന്നീ പുണ്യങ്ങൾ അഭ്യസിച്ച് ദൈവീക മുഖപ്രസന്നത നേടിയെടുക്കുക എന്ന ദൗത്യത്തിലാണ് ഞാനും നിങ്ങളും ഈ നോമ്പിലൂടെ കടന്നുപോകുന്നത്. ഇന്ന് ഈ ധ്യാനത്തിന് ആധാരമായ വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് ഏവൻഗലിസ്ത എഴുതിയ രക്ഷാസുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങളാണ്. അവിടെ യേശു തമ്പുരാൻ തന്റെ അപ്പസ്തോലന്മാരോട് തന്റെ മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം വെളിവാക്കുകയാണ്. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കും, അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം നൽകപ്പെട്ടതായ ഈ വലിയ മിഷൻ ആ അപ്പസ്തോല സമൂഹത്തിന് പിടികിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അന്ന് അപ്പസ്തോല സമൂഹം ഈ ആഹ്വാനം, ഈ ദർശനം കേട്ടപ്പോൾ എങ്ങനെ നിന്നിരുന്നോ അതേ ഒരു അവസ്ഥയിലാണ് ഞാനും നിങ്ങളും. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണവും പാതാളത്തിലുയർപ്പും ഉത്ഥാനവുമൊക്കെ നൽകുന്ന സന്ദേശം എന്താണെന്ന് വ്യക്തമായി ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഈ നോമ്പാചരണവും കഷ്ടാനുഭവവും അത്രമേൽ അനുഭവം നൽകാത്തത്. 2025 വലിയ നോമ്പാചരണവും കഷ്ടാനുഭവ ആഴ്ച ആചരണവും ഏറ്റവും അനുഭവദായകമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനയിൽ പ്രധാനമായും പ്രഭാത സന്ധ്യാ നമസ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്നത് 2 ക്രമങ്ങളാണ്, സ്ലീബായുടേതും ക്യംദായുടേതും. അതിൽ ഈസ്റ്റർ മുതൽ സ്ലീബാ പെരുന്നാൾ വരെ ഉപയോഗിക്കുന്നത് ക്യംദായുടെ സന്ധ്യ പ്രഭാത പ്രാർത്ഥനകളാണ്. ക്യംദാ സന്ധ്യാ നമസ്കാരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. നാഥൻ മൃതരിടയിലുറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെയോർ തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേൻ ഞാൻ, നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോ ഡെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. വാത്സല്യമുള്ളവരെ, ആദി മനുഷ്യനായ ആദാം, അവന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ, അത് മുഖാന്തരം അവന് വന്ന മാനസിക പ്രയാസം, പാതാളവാതുക്കൽ കണ്ണുനീരോടെ ഓരോ മനുഷ്യനും പാതാളത്തിലേക്ക് പോകുമ്പോൾ എന്റെ കുറ്റം കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചത്തരിച്ച് നിലവിളിച്ചിരുന്ന ആദാമിനെ പാതാള പ്രവേശനത്തിൽ കർത്താവ് വന്നിട്ട് ആ ആദാമിനോട് പറയുകയാണ്, ഇനി നീ കരയരുത്. നിന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി,
ആ അബദ്ധത്തിൽ നീ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം എന്റെ മരണം, എന്റെ രക്തം കൊണ്ട് ഞാൻ പകരം ചെയ്തു. അതുകൊണ്ട് ഇനി നീ കരയരുത്, ഖേദിക്കരുത്. വാത്സല്യമുള്ളവരെ, ഈ നോമ്പിന്റെ പര്യവസാനം ഈ ഒരു സാന്ത്വനത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കും. ഒരുപാട് വേദനകളും നിന്ദനങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതം. എന്നാൽ കാൽവറി ക്രൂശ് നമുക്ക് തരുന്നത് അതിൽ നിന്നെല്ലാം ആശ്വാസമാണ്, വിടുതലാണ്. ആ ഒരു വലിയ തിരിച്ചറിവോടുകൂടെ ആദാമിനെ സാന്ത്വനപ്പെടുത്തിയ അതേ സ്വാന്തനം നമുക്ക് സ്വീകരിക്കാൻ ഓരോ കുർബാനയിലും ഈ സാന്ത്വനം കർത്താവ് നൽകുന്നുണ്ട്. അതിനെ അനുഭവിച്ചറിയാൻ ഈ കഷ്ടാനുഭവാഴ്ചയും നോമ്പാചരണവും ഈസ്റ്ററും ഒക്കെ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. സസ്നേഹം, കുര്യനച്ചൻ.